ഹലോ, നമ്മൾ ഇന്ന് രണ്ട് സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കോർണിഷേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ അബുദാബി പാലസ്, എമിറേറ്റ് പാലസിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ ഒരു ബീച്ച്, നമ്മുടെ ബീച്ചിലെ പേര് എനിക്കല്ല, അബുദാബി ബീച്ച് എന്നാണോ എനിക്കറിയില്ല. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വേറെ ആളുകളും ഒപ്പം വരുന്നുണ്ട്. നമ്മുടെ കൂടെ മീൻസ് നമ്മുടെ ഒപ്പമില്ല, നമ്മൾ അവിടെ പോകുന്ന സമയത്ത് വേറെ ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കവറിലാക്കിയിട്ടാണ് പോന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു ചാർജ് കൊടുക്കണം, എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ചാർജ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അധികം പേരില്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ സേഫ്റ്റിക്കുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടാകും. നമ്മൾ എത്ര ദൂരം പോകുന്നതൊക്കെ നോക്കാൻ വേണ്ടി ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് വീൽ ചെയറിലൊക്കെ വരുന്നവർക്ക് ഇവിടെ നിന്ന് നല്ല കാഴ്ചയൊക്കെ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അതിനായിട്ടുള്ളൊരു പ്ലേസാണ്. നേരെ കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് എത്തും കേട്ടോ. ഇവിടെ വന്ന് നിന്നാൽ സുന്ദരമായിട്ട് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും, അറ്റം മുതൽ ഈ അറ്റം വരെ കാണാം. പിന്നെ ആളുകളൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിതിന് മുന്നേ ഞങ്ങൾ ഒരു കോർണിഷ് പോയി ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ഫ്രീ ആയിരുന്നു, ഇവിടെ ഫ്രീ അല്ലാത്തതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അവരപ്പോഴേക്കും അതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം നിന്നില്ല. എങ്കിലും ക്യാഷ് കൊടുത്തതിന് മുതലാക്കണ്ടേ, കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? എമിറേറ്റ് പാലസിലേക്കാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ വീഡിയോ എടുക്കണ്ട, നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ബിൽഡിങ്. ഇതാണ് എത്തിഹാദ് ടവേഴ്സ്. കണ്ടോ, ഒരു 3-4 ബിൽഡിങ്സ് എല്ലാം ഒരുമിച്ചിരിക്കുന്നത്. കണ്ടാൽ വളരെ ചെറുതാണ്, പക്ഷെ അത്രയോ വലിയ ബിൽഡിങ്സാണ്. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയൊരു മഴയുണ്ട് കേട്ടോ, വലിയ മഴയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ വിളിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്ന കാലാവസ്ഥയായിരുന്നു. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം മീൻസ് റോഡൊക്കെ നിറഞ്ഞതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോവാണ് കേട്ടോ. പോയി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ എമിറേറ്റ് പാലസ് ഇൻ അബുദാബി. അബുദാബിയിൽ നമ്മുടെ ഒരു ലക്ഷറി ഹോട്ടലാണിത്. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അത് തന്നെ ഒരുപാട് ദൂരം, നല്ല അതിമനോഹരമായ ഒരു ഹോട്ടലാണ്. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് കാണാം കേട്ടോ. ഇതിനകത്തേക്ക് പോകാമായിരുന്നു എന്നുള്ളൊരു അബദ്ധം പിന്നീടാണ് മനസ്സിലായത്. നമ്മൾ ശരിക്കും ജസ്റ്റ് വെറുതെ പുറത്ത് പോയി വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഒരു കുറച്ച് ഭാഗത്തേക്കൊക്കെ അകത്ത് പ്രവേശിക്കാം. പക്ഷെ നമുക്കറിയില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പോകുമായിരുന്നു. ഇവിടുന്ന് കാണുന്ന വ്യൂ ഉണ്ട്, നല്ല ഭംഗിയില്ലേ, നമ്മൾ എത്തിഹാദ് ടവറൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തേക്കല്ല പ്രവേശിക്കുന്നത്. നമ്മൾ അകത്ത് താമസിക്കാനല്ലല്ലോ വന്നിരിക്കുന്നത്, നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോ എടുക്കണം, അത്രയേ ഉള്ളൂ. വാ. ഈ ഒരു വെള്ളം ചാടുന്ന സംഭവം കുറച്ചൊന്നുമല്ല, എത്രയെന്ന് അറിയില്ല, അത്രയും ഉണ്ട്. നമ്മൾ നടന്നു വരുന്ന ആ സ്ഥലം മുതലേ തുടങ്ങിയതാണ്. ഇനി ഇതേപോലെ തിരിച്ച് അങ്ങോട്ടും ഉണ്ട്. റിച്ചുണെങ്കിൽ അവിടെ ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുകയാണ്. നല്ല സുഖമുണ്ട് അവിടെ ഇരിക്കാനായിട്ട്, ഭയങ്കര തണുപ്പാണ് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇതാണ് നമ്മുടെ പാലസ്, വളരെ അതിൻ്റെ മുകളിൽ മിനാരം പോലെ സംഭവമുണ്ട്. പക്ഷെ അത് വീഡിയോയിലൊക്കെ ക്ലിയറായി കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു പോന്നു. അകത്ത് കയറാൻ പറ്റുന്നത് അറിയില്ലായിരുന്നു, ഭയങ്കര സങ്കടമായിട്ട്. പിന്നെ അറിഞ്ഞ സമയത്ത് അകത്ത് ഒരുപാട് ഫ്ലോറൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ കുറച്ച് വിസിറ്റേഴ്സിന് കാണാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ട്. അത്ര ഒരു കുറച്ച് ഏരിയൊക്കെ കാണാമായിരുന്നു, പക്ഷേ അത് കാണാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുണ്ട്. ഇനി എന്തെങ്കിലും പോയി വിസിറ്റ് ചെയ്യണം. മാത്രമല്ല ഇവിടെ ഒരു ദിവസം താമസിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മൾ വന്നവർക്ക് എല്ലാവർക്കും.
പിന്നെ നമ്മൾ മാത്രമല്ല ഇത് കാണാനായിട്ട് വരുന്നവർ ഒരുപാട് പേര് കാണാൻ വരുന്നവരുണ്ട്, വീഡിയോ എടുക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. നമ്മൾ അവരെയൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. ഒരുപാട് പേര് അപ്പുറത്തെ ഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോകാനാണ്. നടന്നു പോകാൻ തന്നെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ നടന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇളക്കമുണ്ട് നമ്മുടെ വീഡിയോക്ക്. റിച്ചുമോനാണെങ്കിൽ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട് കാറ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് കയറിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവനെയും കൊണ്ടൊക്കെ ഇങ്ങനെ നടന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ ആ മഴ അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ശക്തമായ മഴയൊന്നും പെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇങ്ങോട്ട് പോയതിന് മുന്നേ കേട്ടോ. അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളവിടുന്ന് പോകുന്നത് നമ്മൾ റോഡിലൂടെ പോയി നമ്മൾ ടണൽ വഴിയായിട്ടോ പോകുന്നത്. വലിയ ടണലാണ്. പിന്നെ നമ്മളത് ലാസ്റ്റ് എത്തുന്നത് പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ അവിടേക്കാണ്. അങ്ങനെ എത്ര വലുതാണെന്ന് ഞാൻ സ്പീഡിലിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. നിൽക്കുന്നു നമ്മുടെ പൈനാപ്പിൾ ബിൽഡിംഗ്. ഇതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. അത് മാത്രമല്ല ലോങ് വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.